എല്ലാവർക്കും KAS ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന വിഷയത്തിലെ 12ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ബ്രിട്ടീഷ് റൂൾ എന്ന ടോപ്പിക്കാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 1857 റിവോൾട്ടിനെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് 1857 ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ശക്തമായ ഒരു കലാപത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു കലാപത്തെ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നുകൂടി വിളിക്കുന്നത്. ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിലിമിനറി എക്സാം സിലബസ്. ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന ടോപ്പിക് നമ്മൾ ഇന്ന് ഇവിടെ തുടങ്ങുവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. അതിനു മുമ്പേ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് വേഗത്തിൽ ഓടിച്ചു നോക്കാം. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ലോർഡ് ഡൽഹൌസിയുടെ കാലഘട്ടം വരെ പറഞ്ഞിട്ടുണ്ട്. 1848 മുതൽ 1856 വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് വിളിക്കുന്ന ഒരു പോളിസി ലോർഡ് ഡൽഹൌസി കൊണ്ടുവരുന്നതും ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന പ്രദേശങ്ങളും അദ്ദേഹം അനക്സ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷ് എംപയറിൻ്റെ കീഴിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ഒരു കാരണങ്ങളൊക്കെ തന്നെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒരു ശക്തമായ വികാരമുണ്ടാകുന്നതിന് കാരണമായതും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യയിൽ ഈ ഒരു 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സിപ്പോയ് ലഹള അല്ലെങ്കിൽ ശിപ്പായി ലഹള എന്ന് വിളിക്കുന്ന കാരണമുണ്ടായത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കേണ്ട ബുക്കുകൾ ഇതാണ്. ക്ലാസ് 8 NCERTയിലെ വെൻ പീപ്പിൾ റിബൽ 1857 ആൻഡ് ആഫ്റ്റർ, ആൻഡ് ഇതിൽ മോഡേൺ ഇന്ത്യ, അത് ബിപിൻ ചന്ദ്രയുടെ ടെക്സ്റ്റ് ബുക്ക്, ഇതിൽ നിന്നും നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. KAS എക്സാമിൻ്റെ ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ KAS ഇൻസൈറ്റ്സിൻ്റെ ഈ ഒരു ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞങ്ങൾ പബ്ലിഷ് ചെയ്ത എല്ലാ വീഡിയോസും ലഭിക്കുന്നതിന് ഞങ്ങളുടെ ചാനൽ പേജായ KAS ഇൻസൈറ്റ്സ് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ലോർഡ് ഡൽഹൌസിയുടെ കാലഘട്ടം വരെയാണ് പറഞ്ഞു തന്നത്. അത് 1856 അവസാനിച്ചു. അതിനുശേഷം ഇന്ത്യയിലെ ഗവർണർ ജനറലായിട്ട് ചുമതലയെടുത്ത ആളാണ് ലോർഡ് കാനിങ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1856 മുതൽ 1857 വരെ, പിന്നീട് 1857 മുതൽ 1862 വരെ. ഇവിടെ ഒരു സ്പ്ലിറ്റ് വന്നിട്ടുണ്ട്. ആ ഒരു സ്പ്ലിറ്റിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഈ ഒരു 1857 മ്യൂട്ടിനി വരെ ഗവർണർ ജനറലായിരുന്നു. എന്നാൽ അതിനുശേഷം അത് വൈസ്രോയി എന്ന് പുനർനാമകരണം ചെയ്തു. ഇതൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1856 മുതൽ 1862 വരെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു റിവോൾട്ടിനെ കുറിച്ചാണ്. റിവോൾട്ട് ഓഫ് 1857. അപ്പോൾ ഈ ഒരു റിവോൾട്ടിനെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു തരത്തിൽ ശിപ്പായി ലഹള എന്ന് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സിപ്പോയ് റിവോൾട്ട് എന്ന് വിളിക്കുന്നുണ്ട്. മറ്റേ സൈഡിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിക്കുന്നുണ്ട്, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് ആൾക്കാരുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാഴ്ചപ്പാടിൽ അവർക്കെതിരെ നടന്ന പട്ടാളക്കാർ ചേർന്ന് നടത്തിയ ഒരു അക്രമം അല്ലെങ്കിൽ ഒരു ലഹള എന്ന രീതിയിൽ മാത്രമാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ സർ ജോൺ ലോറൻസ് was one of the opinion that the revolt was purely a military outbreak and not a conspiracy to overthrow the British rule. അതായത് ബ്രിട്ടീഷുകാരെ അധികാരത്തിൽ നിന്നും പുറത്താക്കി ഇന്ത്യക്കാർ അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു വലിയ ശ്രമമല്ല ഈ ഒരു ഫസ്റ്റ് റിവോൾട്ട് 1857 ഈ ഒരു റിവോൾട്ട് എന്നാണ് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ അവരതിനെ വെറും സിപ്പോയ് റിവോൾട്ട് അല്ലെങ്കിൽ ശിപ്പായി ലഹള എന്ന് മാത്രമാണ് വിളിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യക്കാരുടെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ഒരു സംഘടിതമായ ഇഷ്യൂ ആണിത്. അതായത് സംഘടിതമായിട്ട് രാജ്യത്തിൽ ഭൂരിഭാഗം പ്രദേശങ്ങളും കവർ ചെയ്തത്, പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളെ കവർ ചെയ്തിട്ട്. അപ്പോൾ ഇതൊരു വലിയ ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷുകാരുടെ ഒന്ന് പേടിപ്പിച്ച ഒരു സംഭവമാണ്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു തുടക്കമായിട്ട് ഇന്ത്യൻ ചരിത്രകാരന്മാർ ഇതിനെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ സ്കോളേഴ്സ് എസ്പെഷ്യലി വീർ സവർക്കർ കോൾഡ് ഇറ്റ് ആസ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ വീർ സവർക്കറാണ് ഇതിനെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ആ പേരൊന്ന് ഓർത്തു വെക്കണം, വീർ സവർക്കർ. അപ്പോൾ ഈ ഒരു ശിപ്പായി ലഹളയെ അല്ലെങ്കിൽ 1857 റിവോൾട്ടിനെ ലഹളയെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ചത് വീർ സവർക്കറാണ് ആദ്യമായിട്ട്. പിന്നീട് നമ്മളിത് തുടർന്ന് പോവുകയാണ്. അപ്പോൾ ഇന്ത്യൻ ചരിത്രകാരന്മാരുടെ ഇടയിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അപ്പം നമ്മളും നോക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു റിവോൾട്ട് അത് ശരിക്കൊരു ശിപ്പായി ലഹള മാത്രമാണോ, അല്ല നമുക്കതിനൊരു ഇൻഡിപെൻഡൻസ്
വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണോ എന്ന്. അപ്പോൾ അതിന് നമ്മൾ ഇതിൻ്റെ കോസസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു 1857 ഒരു റിവോൾട്ട് ഉണ്ടായത്, ഒരു ലഹള ഉണ്ടായത് എന്ന് പരിശോധിച്ച് നോക്കണം. അപ്പോൾ ആ ഒരു കോസസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊരു ചോദ്യമായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ മെയിൻസ് എക്സാമിലൊക്കെ ചോദിക്കാവുന്നതാണ്. വാട്ട് ആർ ദ കോസസ് ഓഫ് റിവോൾട്ട് ഓഫ് 1857, അല്ലെങ്കിൽ നമ്മളോട് തന്നെ അത് അഭിപ്രായം എഴുതാൻ പറയാം, വെദർ ഇറ്റ് ഈസ് എ സിപ്പോയ് റിവോൾട്ട് ഓർ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ വേണം. അപ്പോൾ ഈ ഒരു കോസസ് ഓഫ് റിവോൾട്ടിൻ്റെ കാരണങ്ങളെ നമുക്ക് കുറേ തരത്തിൽ തിരിക്കാം. പൊളിറ്റിക്കൽ കോസസ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസസ്, എക്കണോമിക് കോസസ്, സോഷ്യൽ കോസസ്, റിലീജിയസ്, മിലിറ്ററി ആൻഡ് ഇമ്മീഡിയറ്റ് കോസസ്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു 6 അതായത് പൊളിറ്റിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ്, എക്കണോമിക്, സോഷ്യൽ, റിലീജിയസ്, മിലിറ്ററി, ഇവയൊക്കെ ഇന്ത്യൻ സമൂഹത്തിൽ ഈ ഒരു 1857 മുമ്പേ ഉണ്ടായി ആൾക്കാരുടെ മനസ്സിൽ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു. അതായത് ഓൾറെഡി അവിടെ എക്സ്പ്ലോസീവ്സ് ഉണ്ട്. അതാണ് ഞാൻ ഈ വലതുഭാഗത്തൊരു ഡയഗ്രമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഓൾറെഡി അവിടെ ആൾക്കാരുടെ മനസ്സിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായൊരു വികാരം മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് സ്പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു എക്സ്പ്ലോസീവിനെ സ്പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പാർക്ക് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സ്പാർക്കാണ് ഇമ്മീഡിയറ്റ് കോസായിട്ട് ആക്ട് ചെയ്തത്. അപ്പം ഞാൻ വലതുഭാഗത്തൊരു വെടിമരുന്ന്, ഒരു ഫയർ ക്രാക്കറും അതിൻ്റെ കൂടെ ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെടിമരുന്ന് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ ശക്തമായ വികാരത്തെ കാണിക്കുന്നു. വലതുഭാഗത്തുള്ള ആ ഒരു തീപ്പെട്ടിക്കൊള്ളി അതിൻ്റെ ആ ഒരു സ്പാർക്കിനെ കാണിക്കും. അപ്പോൾ ഈ ഒരു 6 ഓൾറെഡി ഉണ്ടായിരുന്ന ഈ വികാരങ്ങളും അതിനുശേഷമുള്ള ആ ഇമ്മീഡിയറ്റ് സ്പാർക്കുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു 7 കോസസിൻ്റെ കാരണം ഫലമായിട്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായൊരു സമരം നടന്നു, അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം നടന്നു. ആ ഒരു പ്രക്ഷോഭത്തിൻ്റെ കാരണങ്ങൾ, വിശദമായ കാരണങ്ങൾ, അതിൻ്റെ ഔട്ട്കം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകണം. അപ്പം നമുക്ക് ഓരോ കോസസ് ആയിട്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു 1857 മ്യൂട്ടിനി ഉണ്ടായതെന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തേത് പൊളിറ്റിക്കൽ കോസസ് ആണ്. അപ്പോൾ പൊളിറ്റിക്കൽ കോസസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ബ്രിട്ടീഷുകാരുടെ അനക്സേഷൻ പോളിസിയാണ്. അതായത് ഇന്ത്യയിലെ പ്രദേശങ്ങളെ ഓരോന്നോരോന്നായിട്ട് ബ്രിട്ടീഷുകാർ അവരുടെ കീഴിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമമാണ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ദ അനക്സേഷൻ പോളിസി ഓഫ് ബ്രിട്ടീഷ് വാസ് വൺ ഓഫ് ദ മേജർ കോസസ്. അതിനു വേണ്ടിയിട്ട് ലോർഡ് ഡൽഹൌസി കൊണ്ടുവന്ന സിസ്റ്റമാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഉപയോഗിച്ച് ഡൽഹൌസി അദ്ദേഹത്തിൻ്റെ കീഴിലേക്ക് ഇന്ത്യയിലെ രാജ്യങ്ങളെ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങി. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ത്യൻ രാജാക്കന്മാർക്ക് അനുഭവിച്ചുകൊണ്ടിരുന്ന പല അവകാശങ്ങളും അവരെടുക്കാൻ വേണ്ടി തുടങ്ങി. ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറാത്തയിലെ പേഷ്യു ആയിരുന്നു ബാജിറാവു ടു. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് മകനില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒരു മകനെ ദത്തെടുത്തു. മകൻ്റെ പേരാണ് നാനാ സാഹേബ്. അപ്പോൾ ബാജിറാവു ടുവിന്, ഈ ഒരു മറാത്തയിലെ പേഷ്യുവായ ബാജിറാവു ടുവിന് ബ്രിട്ടീഷുകാർ പെൻഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാജിറാവു ടു മരിച്ച സമയത്ത് ഈ ഒരു ദത്തെടുത്ത നാനാ സാഹേബ് നോർമലി ത്രോണിലേക്ക് വന്നു. പക്ഷെ ത്രോണിലേക്ക് വന്ന ഈ ഒരു നാനാ സാഹേബിനെ ബ്രിട്ടീഷുകാർ പെൻഷൻ കൊടുക്കാൻ വേണ്ടി റെഡിയായില്ല. അപ്പോൾ നാനാ സാഹേബ് ബ്രിട്ടീഷുകാരുടെ പോയി, അവർ ഇംഗ്ലണ്ടിലൊക്കെ പോയിട്ട് ആൾക്കാരോട് സംസാരിച്ചു. പക്ഷേ ബ്രിട്ടീഷുകാർ സമ്മതിച്ചില്ല. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നാനാ സാഹേബിനൊരു എതിർപ്പുണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ സേന വഴി അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഇത് ഒരു കോസായിരുന്നു. അതും ഡോക്ട്രിൻ ഓഫ് ലാപ്സിൻ്റെ ഒരു ഔട്ട്കമാണ്. ഇപ്പോൾ രണ്ടാമതെന്ന് വെച്ചാൽ റാണി ഓഫ് ഝാൻസി റാണിക്ക് ഷി വാസ് നോട്ട് പെർമിറ്റഡ് ടു അഡോപ്റ്റ് എ സൺ. അവൾക്ക് ഒരു മകനെ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ അനുമതി കൊടുത്തില്ല. ഇതും ഈ ഒരു ഡോക്ട്രിൻ ഓഫ് ലാപ്സിൻ്റെ ഔട്ട്കം ആയിരുന്നു. അനക്സേഷൻ ഓഫ് ഔദ് ആൻഡ് ഡീപൊസിഷൻ ഓഫ് ഇറ്റ്സ് റൂളർ വസീദ് അലി ഷാ. അപ്പം ഔദിൻ്റെ കേസ് വ്യത്യസ്തമാണ്. അവധിലെ ഭരണാധികാരിയായിരുന്നു വസീദ് അലി ഷാ. പക്ഷേ ബ്രിട്ടീഷുകാർ പറഞ്ഞു ആ ഒരു ഭരണാധികാരിയുടെ ഭരണം അത്ര ശരിയില്ല, അതുകൊണ്ട് അയാളെ മാറ്റിയിട്ട് ബ്രിട്ടീഷുകാർ നേരിട്ട് ആ ഒരു പ്രദേശത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു അനക്സേഷൻ എടുത്തപ്പോൾ വസീദ് അലി ഷാ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതികരിച്ചു. കൂടാതെ ബഹദൂർ ഷാ ടു, അദ്ദേഹമായിരുന്നു ഇന്ത്യയിലെ അന്നത്തെ മുഗൾ എംപറർ. അപ്പോൾ ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർക്ക് തീരെ വില കൊടുക്കാത്തൊരു സാഹചര്യമാണ്. കൂടാതെ അവരുടെ ആൻസിസ്ട്രൽ പാലസ് ആയിരുന്നു, അതായത് അവരുടെ പുരാതനമായിട്ട് അവരുടെ കാലങ്ങളോളം അവർ ഉപയോഗിച്ചിരുന്ന കൊട്ടാരമായിരുന്നു റെഡ് ഫോർട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചെങ്കോട്ട എന്ന് പറയുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ ഈ ഒരു ചെങ്കോട്ട ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മുഗൾ എംപറർക്ക് അനുവാദമൊന്നും കൊടുത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു അനക്സേഷൻ പോളിസിയും ഈ ഒരു ഡോക്ട്രിൻ ഓഫ് ലാപ്സിനൊക്കെ ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ രാജാക്കന്മാരോട് വളരെ നീതിപൂർവമല്ലാത്ത രീതിയിൽ പെരുമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പൊളിറ്റിക്കൽ കോസായിട്ട് വരുന്നത്. അതായത് ഓൾറെഡി ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ രാജാക്കന്മാരുടെ മനസ്സിൽ ശക്തമായൊരു വികാരം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്
പൊളിറ്റിക്കൽ കോസായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ അനക്സേഷൻ പോളിസിയും ഈ ഒരു ഡോക്ട്രിൻ ഓഫ് ലാപ്സും അതിൻ്റെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ് ഈ ഒരു നാനാ സാഹേബിന് പെൻഷൻ നിഷേധിച്ചത്, ഝാൻസി റാണിക്ക് മകനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുമതി കൊടുക്കാതിരുന്നത്, റൂളർ ഔദിലെ വാസിദ് അലി ഷാനെ പുറത്താക്കിയത്, ബഹദൂർ ഷാ ടൂവിന് അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ തീരെ വില കൊടുക്കാതിരുന്നതും അദ്ദേഹത്തിന് ഈ ഒരു റെഡ് ഫോർട്ട് ഉപയോഗിക്കാൻ അനുമതി കൊടുക്കാതിരുന്നതും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പൊളിറ്റിക്കൽ കോസസ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കോസാണ്, അതായത് ഭരണപരമായിട്ടുള്ള എന്തൊക്കെ കാരണങ്ങളുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണം എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് തീരെ താല്പര്യം ഇല്ലാതിരുന്ന ഒരു ഭരണമായിരുന്നു. ദ ഇന്ത്യൻസ് ഡിസ്ലൈക്ഡ് ആൻഡ് ഡിസ്ട്രസ്റ്റഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ബ്രിട്ടീഷ്. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ തരത്തിലുള്ള തീരുമാനങ്ങളായിരുന്നു ബ്രിട്ടീഷുകാർ എപ്പോഴും എടുത്തിരുന്നത്. ഇവിടെ നീതി കിട്ടും എന്നുള്ള ഒരു വിശ്വാസം ഇന്ത്യക്കാരുടെ മനസ്സിൽ ഉണ്ടായതേയില്ല. കൂടാതെ ബ്രിട്ടീഷുകാരെടുത്ത പല തീരുമാനങ്ങളും അവരുടെ ഭരണം സുഗമമാക്കുന്നതിന് അവരെടുത്ത പല തീരുമാനങ്ങളും ഇന്ത്യക്കാർക്ക് അവരുടെ ആ ഒരു കൾച്ചറിനെ അല്ലെങ്കിൽ അവരുടെ റിലീജിയനെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിത രീതിയെ തന്നെ അൾട്ടർ ചെയ്യുന്നതായിട്ട് തോന്നി. അപ്പം നമുക്ക് ഓരോന്ന് നോക്കാം. റീപ്ലേസ്മെൻറ്റ് ഓഫ് പേർഷ്യൻ ലാംഗ്വേജ് ബൈ ഇംഗ്ലീഷ് ആസ് ദ കോർട്ട് ലാംഗ്വേജ്. അതായത് കോടതികളിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലോക്കൽ കോർട്സിൽ നമ്മൾ പറഞ്ഞു പേർഷ്യൻ ലാംഗ്വേജ് ഒക്കെയാണ് ഉണ്ടായിരുന്നതെന്ന്. പിന്നീട് ബ്രിട്ടീഷുകാർ ഇത്തരത്തിലുള്ള ഹയർ കോർട്ടിലേക്ക് ഇംഗ്ലീഷിനെ പ്രിഫർ ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ ലാംഗ്വേജ് മാറ്റുന്ന സമയത്ത് ഇന്ത്യക്കാർക്ക് കോടതികളിൽ പോയിട്ട് അവർക്ക് നീതി ലഭ്യമാക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ കൾച്ചറിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുവാണ്, നമ്മളെ എല്ലാവരെയും ഇംഗ്ലീഷുകാരാക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് എന്നൊരു കൺസെപ്റ്റ് ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് വന്നു. ജുഡീഷ്യൽ സിസ്റ്റം ഓഫ് ദി ബ്രിട്ടീഷ് വാസ് കോസ്റ്റ്ലി, മെക്കാനിക്കൽ, ഇൻവോൾവ് മച്ച് ടൈം. അതായത് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു കണ്ടിന്യൂഷനാണ്. അപ്പോൾ ആ ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിൽ നമ്മൾ ഇന്നും നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തെ പരാതി പറയുന്നത് വളരെ സ്ലോ ആണെന്നാണ്. അപ്പോൾ ഈ ഒരു സ്ലോനെസ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ അത് ഇന്നത്തേത് പോലെ തന്നെ വളരെ ചിലവേറിയതായിരുന്നു. അഡ്വക്കേറ്റ്മാർ വേണം, അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ കാശ് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ജുഡീഷ്യൽ സിസ്റ്റം വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ടും ഇന്ത്യക്കാരുടെ അവസ്ഥ വളരെ ദാരിദ്ര്യം നിറഞ്ഞതായതുകൊണ്ടും ഇന്ത്യക്കാർക്ക് കോടതിയിൽ പോയി നീതി കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്കെതിരെയുള്ള ചൂഷണം വളരെ കൂടുന്നതിനും ഇത് കാരണമായി. ഇത്തരത്തിൽ ബ്രിട്ടീഷുകാർ അവർ ഭരണം നടത്തുന്നത് നമുക്ക് വേണ്ടിയല്ല എന്നുള്ള ഒരു ചിന്ത എല്ലാ ഇന്ത്യക്കാരുടെ മനസ്സിലേക്കും അത് പടരുന്നതിന് കാരണമായി. ദ പോലീസ് സിസ്റ്റം ഓഫ് ദി ബ്രിട്ടീഷ് വാസ് നോട്ട് ഇഫക്റ്റീവ്. ബ്രിട്ടീഷുകാർക്ക് ഒരു പോലീസ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോലീസ് സിസ്റ്റം അതായത് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാർക്ക് ഒരു ആവശ്യമായ സുരക്ഷയോ സംരക്ഷണമോ നൽകുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം ആയിരുന്നില്ല. മറിച്ച് അത് നമ്മുടെ രാജ്യത്തെ സെമീന്ദാർസിനെയും അല്ലെങ്കിൽ കുറച്ച് ലാൻഡ് ഓണേഴ്സിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു. അവരുടെ താല്പര്യത്തിനനുസരിച്ച് മൂവ് ചെയ്യുന്ന ഒരു പോലീസ് സിസ്റ്റത്തിൽ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ബ്രിട്ടീഷുകാർ ഭരണം നടത്തുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടിയല്ല, അവരുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ്, അവർക്ക് നമ്മളുടെ രാജ്യത്തു നിന്ന് പരമാവധി കാശ് ഊറ്റി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന ഒരു ചിന്തയാണ് ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് വന്നത്. റവന്യൂ സിസ്റ്റം ഫോളോഡ് ബൈ ദ ബ്രിട്ടീഷ് ഹെവി ടാക്സസ്. അതായത് ബ്രിട്ടീഷുകാർ വ്യത്യസ്ത റവന്യൂ സിസ്റ്റം, ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ഒക്കെ ഫോളോ ചെയ്തിരുന്നു. ജമീന്ദാരി, റോത്ത്വാരി, മഹൽവാരി തുടങ്ങിയൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റം വഴി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും ഒരുപാട് വരുമാനം ഉണ്ടാക്കുകയും അതിനുവേണ്ടി അവർ ഹെവി ടാക്സസ് ഇമ്പോസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ടാക്സ് നമ്മുടെ കയ്യിൽ നിന്ന് പരമാവധി കാശ് എടുക്കുക എന്നത് മാത്രമാണ് ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്നൊരു ചിന്തയാണ് ഇന്ത്യക്കാരുടെ മനസ്സിൽ ഇതുണ്ടാക്കിയത്. ഇന്ത്യക്കാരുടെ ജീവിതം വളരെ മോശം സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ദ ബ്രിട്ടീഷ് എക്സ്ക്ലൂഡഡ് ദ ഇന്ത്യൻസ് ഫ്രം ഓൾ ഹൈ ആൻഡ് മിലിറ്ററി ജോബ്സ്. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള വിദ്യാസമ്പന്നരായ ആൾക്കാർക്ക് ബ്രിട്ടീഷുകാർ ഉയർന്ന ജോലിയൊന്നും കൊടുത്തില്ല. പട്ടാളക്കാരാവാം, ചെറിയ ക്ലറിക്കൽ പോസ്റ്റുകളും കൊടുക്കും. മറിച്ച് അതിനു മുകളിലുള്ള ഹൈ പോസ്റ്റുകളിലേക്ക് ഇന്ത്യക്കാരെ പരിഗണിച്ചതേയില്ല. അപ്പോൾ ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാർ നമ്മളെ മാറ്റി നിർത്തുന്നു നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തുന്ന ബ്രിട്ടീഷുകാർ നമ്മളെ മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു ചിന്ത വരെ ഇത് വരാൻ വേണ്ടി കാരണമായി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കോസസ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിച്ച് ഓർത്ത് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ നിന്ന് ഓർത്തെടുത്ത് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ കോടതികളിൽ നിന്നുള്ള ലാംഗ്വേജ് പേർഷ്യൻ ലാംഗ്വേജിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് മാറ്റുന്ന ജുഡീഷ്യൽ സിസ്റ്റം മെക്കാനിക്കലാണ്, ഹൈ കോസ്റ്റാണ്, കൂടാതെ അത് ഒരുപാട് സമയമെടുക്കുന്നു. ദ പോലീസ് സിസ്റ്റം ഓഫ് ബ്രിട്ടീഷ് വാസ് നോട്ട് ഇഫക്റ്റീവ്. റവന്യൂ സിസ്റ്റം ഹൈ ടാക്സസ് ആയിരുന്നു. ദ ബ്രിട്ടീഷ് എക്സ്ക്ലൂഡഡ് ദ ഇന്ത്യൻസ് ഫ്രം ഓൾ ഹൈ സിവിൽ ആൻഡ് മിലിറ്ററി ജോബ്സ്. അതായത് ഉയർന്ന ജോലികളിലേക്ക് ഇന്ത്യക്കാരെ പരിഗണിച്ചതേയില്ല. അപ്പോൾ ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസായിട്ട്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് എക്കണോമിക് കോസാണ്. സാമ്പത്തികമായിട്ട് ഇന്ത്യക്കാരുടെ അവസ്ഥ എന്തായിരുന്നു, അതിൽ നിന്നും ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ എങ്ങനെയാണ് വികാരം
ഉയർന്നു വന്നതെന്ന്. ദ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, നമ്മൾ ഇതുവരെ നമ്മുടെ എക്കണോമിക് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്തത് അല്ലെങ്കിൽ ചൂഷണം ചെയ്തതെന്ന്. അപ്പോൾ ദ economic exploitation of the country, the huge drain of wealth and the disappearance of native industries. നമ്മുടെ രാജ്യത്തെ ഇൻഡസ്ട്രിയലൈസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇൻഡസ്ട്രീസിനെയൊക്കെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നയമാണ് ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്തത്. അപ്പോൾ ഈ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യയിൽ മാസീവ് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടായി, അതുവഴി ഫെമൈൻസ് ഒക്കെ ഉണ്ടായി, അതായത് ക്ഷാമങ്ങളൊക്കെ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങളെല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു വികാരം, ഒരു എതിർപ്പ് ഇന്ത്യക്കാരുടെ മനസ്സിലുണ്ടാക്കുന്നതിന് കാരണമായി. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു എക്കണോമിക് കോസസ് എന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ഗുഡ്സ് വർ ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ അറ്റ് നോമിനൽ ഡ്യൂട്ടി വെറാസ് ഹൈ താരിഫ് ഇൻ ബ്രിട്ടൻ എഗെയിൻസ്റ്റ് ഇന്ത്യൻ ഗുഡ്സ്. അതായത് ബ്രിട്ടനിൽ നിന്നും സാധനങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അത് ചെറിയ നികുതിയിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ അനുവദിച്ചു. എന്നാൽ തിരിച്ച് ഇന്ത്യയിൽ നിന്നും എന്തെങ്കിലും ഒരു ഐറ്റം ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിന് ഹെവി ടാക്സ് ആണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ അതിന് തീരെ ഡിമാൻഡ് ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഇന്ത്യയിലേക്ക് ഇതിൻ്റെ കാരണമായിട്ട് മെഷീൻ മെയ്ഡ് ബ്രിട്ടീഷ് ഗുഡ്സ് ഫ്ലഡഡ് ടു ദ ഇന്ത്യൻ മാർക്കറ്റ്സ് ആൻഡ് റൂയിൻ ഇന്ത്യൻ മാനുഫാക്ചർ. ചെറിയ ചെലവിൽ ചെറിയ വിലക്ക് ഇന്ത്യയിലേക്ക് ബ്രിട്ടനിൽ നിന്നുള്ള മെഷീൻ മെയ്ഡ് ബ്രിട്ടീഷ് ഗുഡ്സ് ഐറ്റങ്ങൾ ഇന്ത്യയിലേക്ക് ഒരുപാട് ഒഴുകി വന്നു. അതുവഴി ഇന്ത്യൻ മാനുഫാക്ചറിനെ തകർന്ന് തരിപ്പണമാക്കി. കാരണം ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റത്തിന് ഇന്ത്യയിലെ വില 30 രൂപയാണെങ്കിൽ ബ്രിട്ടീഷുകാർ അത് 10 രൂപക്കും 12 രൂപക്കും കൊടുക്കും. അപ്പോൾ ഇന്ത്യക്കാർ മുഴുവൻ ഈ 10 രൂപക്കും 12 രൂപക്കും കിട്ടുന്ന മെഷീൻ മെയ്ഡ് ഗുഡ്സ് മാത്രമേ വാങ്ങുകയുള്ളൂ. കാരണം അത് മെഷീനിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് കോസ്റ്റ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഇത് ഇന്ത്യൻ മാനുഫാക്ചറിനെ തകർക്കുന്നതിന് കാരണമായി. ദ ഇന്ത്യൻ വീവേഴ്സ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്മെൻ വർ ഫോഴ്സ്ഡ് ടു വർക്ക് അക്കോർഡിംഗ് ടു ദ ഡിസയേഴ്സ് ഓഫ് ദി സെർവൻസ് ഓഫ് ദി കമ്പനി. അപ്പോൾ ഇന്ത്യയെ ഒരു റോ മെറ്റീരിയൽ സപ്ലയർ ആക്കി മാറ്റുക എന്നുള്ള ഒരു പോളിസിയാണ് ബ്രിട്ടൻ ഫോളോ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വീവേഴ്സിനെ ഹാൻഡിക്രാഫ്റ്റ്സ്മെനെയൊക്കെ ഈ ഒരു റോ മെറ്റീരിയൽ സപ്ലയേഴ്സ് ഒക്കെ ആക്കിയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടൻ പരമാവധി ശ്രമിച്ചു. അവരെ നന്നായിട്ട് ഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്. കൂടാതെ അവരുടെ മാർക്കറ്റിനെ ബ്രിട്ടൻ ഇല്ലാതാക്കുകയും ചെയ്തു. ദ ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഡ്യൂ ടു ബ്രിട്ടീഷ് പോളിസീസ്. ബ്രിട്ടീഷുകാരുടെ ഈ ഒരു പോളിസി കാരണം ഇന്ത്യയിൽ ഒരുപാട് ആൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ഒരു ഉദാഹരണത്തിന് ഈ ഒരു വീവേഴ്സിനും ഹാൻഡിക്രാഫ്റ്റ്സ്മാനും ഒക്കെ ജോലി നഷ്ടപ്പെട്ടു, അവർക്ക് കൃത്യമായ വരുമാനം ലഭിക്കാത്തതുകൊണ്ട്. എന്നാൽ അതിൻ്റെ മറ്റൊരു സൈഡിൽ ഇത്തരത്തിലുള്ള രാജാക്കന്മാരെയൊക്കെ മാറ്റിയിട്ട് അവിടെ ഈ ഒരു ബ്രിട്ടീഷ് ഭരണം കൊണ്ടുവരുന്ന സമയത്ത് അവിടുത്തെ ഹൈ പോസ്റ്റുകളിലൊക്കെ ഉണ്ടായിരുന്നത് രാജാവിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നത് ഇന്ത്യക്കാരായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണം വരുന്ന സമയത്ത് ഈ ഹൈ പോസ്റ്റിലുള്ള ഇന്ത്യക്കാരെയൊക്കെ മാറ്റിയിട്ട് അവിടെ ബ്രിട്ടീഷുകാരാണ് ഹൈ പോസ്റ്റിലേക്ക് കയറി വന്നത്. അപ്പോൾ ഇത്തരത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൽ പോലും ഈ ഒരു ഹൈ പോസ്റ്റിലെല്ലാം ബ്രിട്ടീഷുകാർ കയറി വരികയും അവിടെയും ഇന്ത്യക്കാരെ ജോലിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. കൂടാതെ കൃഷി ഭയങ്കര കഷ്ടത്തിലായിരുന്നു, അതുവഴി എംപ്ലോയ്മെൻറ്റ് ഒരുപാട് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഈ ഒരു ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഉണ്ടായി, ഇൻഡസ്ട്രീസ് എല്ലാം തകർന്നു, കൃഷി ഭയങ്കര നഷ്ടത്തിലായി ഹെവി ടാക്സ് കാരണം. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഒരുപാട് ക്ഷാമങ്ങൾ, ഏകദേശം 7ഓളം ക്ഷാമങ്ങൾ ഈ ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ഷാമങ്ങൾ ഉണ്ടായതും നമ്മൾക്ക് വേണ്ടിയല്ല ബ്രിട്ടൻ ഭരിക്കുന്നത് എന്നൊരു ചിന്ത, ബ്രിട്ടൻ നമ്മളെ നശിപ്പിക്കുവാണ്, നമ്മളെ കഷ്ടത്തിലേക്ക് കൊണ്ടുപോകുകയാണെന്നുള്ളൊരു ചിന്ത ജനങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരുന്നതിന് കാരണമായി. അപ്പോൾ ഇത് നമ്മൾ എക്കണോമിക് കോസസിൽ ഓർത്തു വയ്ക്കേണ്ട കാര്യങ്ങളാണ്. ബ്രിട്ടൻ്റെ കൺസെപ്റ്റ് ഹ്യൂജ് ഡ്രെയിൻ ഓഫ് വെൽത്ത്, നമ്മുടെ രാജ്യത്ത് നിന്ന് മാക്സിമം വെൽത്ത് ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് അവരുടെ മെറ്റീരിയൽസ് പരമാവധി ഇമ്പോർട്ട് ചെയ്തു, ചെറിയ ടാക്സിൽ. ഇന്ത്യയിൽ നിന്നും എന്തെങ്കിലും പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് ഹെവി ടാക്സ്. മെഷീൻ മെയ്ഡ് ഗുഡ്സ് വന്നതോടെ ഇന്ത്യയിൽ മാർക്കറ്റിൽ ഇന്ത്യൻ പ്രൊഡക്ട്സിന് വിലയില്ലാതായി. അതുവഴി ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ്സ്മാനും വീവേഴ്സും എല്ലാം ഫെയിലാവാൻ തുടങ്ങി, അവർക്ക് ജോലി നഷ്ടപ്പെട്ടു. കൂടാതെ ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, അത് ഇൻഡസ്ട്രിയലൈസേഷൻ കാരണമുണ്ട്. കൂടാതെ ഇന്ത്യയിലെ ഹൈ പോസ്റ്റുകളിൽ നിന്ന് ഇന്ത്യക്കാരെ പുറത്താക്കിയിട്ട് അവിടെ ബ്രിട്ടീഷുകാരെ കയറ്റുകയും ചെയ്തു. പിന്നെ ഔട്ട് ബ്രേക്ക് ഓഫ് 7 ഫെമൈൻസ്, ഒരുപാട് ക്ഷാമങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഇന്ത്യക്കാരുടെ മനസ്സിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായൊരു വികാരം, എങ്ങനെയെങ്കിലും ഇവർക്കെതിരെ പ്രതികരിക്കണം എന്നുള്ളൊരു ചിന്ത, ആ ഒരു ദേഷ്യം, മുറുമുറുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമായി. ഇനി നമുക്ക് സോഷ്യൽ കോസസ് നോക്കാം, അതായത് സാമൂഹികപരമായിട്ട് കാരണങ്ങൾ. അപ്പം നമ്മൾക്ക് അറിയാം, ബ്രിട്ടീഷുകാർക്ക് കറുത്തവരോട് ഭയങ്കര എതിർപ്പായിരുന്നു. അവരെ ഒരു മനുഷ്യരായിട്ട് പരിഗണിക്കാൻ പോലും
ബ്രിട്ടീഷുകാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ദ ബ്രിട്ടീഷ് റിഗാർഡഡ് ദ ഇന്ത്യൻസ് ആസ് എ ഇൻഫീരിയർ റേസ്, അതായത് ഒരു താഴ്ന്ന വിഭാഗമായിട്ട് ഇന്ത്യക്കാരെ കാണുന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ സ്വഭാവം. ദ എക്സിബിറ്റഡ് റേഷ്യൽ അറഗൻസ്, അപ്പോൾ ഇന്ത്യക്കാരോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന, അവർ വെളുത്തവരാണ്, നമ്മൾ കറുത്തവരാണ് എന്നൊരു ചിന്തയൊക്കെയാണ് ബ്രിട്ടീഷുകാരുടെ മനസ്സിലുണ്ടായിരുന്നത്. ഇത് ഇവർ പല തരത്തിലാണ് കാണിച്ചിരുന്നത്. ഇന്ത്യൻസ് കുഡ് നോട്ട് ട്രാവൽ ഇൻ ദ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ കമ്പാർട്ട്മെൻറ്റ്, അതായത് ഫസ്റ്റ് ക്ലാസ്, ട്രെയിനിൻ്റെ ഫസ്റ്റ് ക്ലാസ് എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന ക്ലാസ്. ഈ ഒരു ഉയർന്ന ക്ലാസ്സിൽ കയറണമെങ്കിൽ ഇന്ത്യക്കാരുടെ കയ്യിൽ ഇൻ കേസ് കാശ് ഉണ്ടെങ്കിൽ പോലും ബ്രിട്ടീഷുകാർ അനുമതി കൊടുക്കില്ല. ഇന്ത്യൻ കുഡ് നോട്ട് ട്രാവൽ ഇൻ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ കമ്പാർട്ട്മെൻറ്റ്, അത് ഓൺലി റിസർവ്ഡ് ഫോർ ബ്രിട്ടീഷുകാർക്ക് മാത്രം റിസർവ് ചെയ്തതാണ്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജിയൊക്കെ ട്രെയിനിൽ നിന്നും ചവിട്ടി പുറത്താക്കിയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം തന്നെയാണ് ഇന്ത്യയിലും നിലനിന്നിരുന്നത്. അതായത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ക്ലാസ് ട്രെയിൻ എന്നൊക്കെ പറയുന്ന പോലെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ അകറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ദേ വർ കെപ്റ്റ് അവേ ഫ്രം ഓൾ സോഷ്യൽ ഗ്യാതറിങ്സ്, അതായത് വലിയ വലിയ ചടങ്ങുകളിലൊക്കെ, ബ്രിട്ടീഷുകാർ ഒത്തുചേരുന്ന ചടങ്ങുകളിലൊക്കെ ഇന്ത്യക്കാരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ ലെവലിൻ്റെ താഴെയുള്ള ബ്രിട്ടീഷുകാരനെ ആ ചടങ്ങിന് കൊണ്ടുപോകും, പക്ഷേ ഞാനൊരു ഇന്ത്യക്കാരനായതുകൊണ്ട് എന്നെ ആ ഒരു ചടങ്ങിന് കൊണ്ടുപോവുകയില്ല. അപ്പോൾ ഈ ഒരു സിസ്റ്റമൊക്കെ ഈ ഒരു ബ്രിട്ടീഷുകാരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരുടെ മനസ്സിൽ പോലും വളരെ എതിർപ്പുണ്ടാക്കുന്നത്. കാരണം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരെ കാണുന്നത്, അവരെ കൊണ്ട് പരമാവധി ജോലി ചെയ്യിച്ച് അവർക്ക് ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ വരുമാനം ഉണ്ടാക്കുക എന്നല്ലാതെ അവരോടൊരു കമ്മിറ്റ്മെൻറ്റോ അവരോട് ആ ഒരു അനുകമ്പയോ ഒന്നും ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നില്ല. ദേ വേർ നോട്ട് അലൗഡ് ടു മിക്സ് അപ്പ് വിത്ത് ഇംഗ്ലീഷ്മെൻ. അപ്പോൾ ഇന്ത്യക്കാരുമായിട്ട് ഇടപഴകുന്നതിന് ബ്രിട്ടീഷുകാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇൻ കേസ് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷുകാരൻ ഇടപഴകുകയാണെങ്കിൽ ആ ഒരു ഇംഗ്ലീഷുകാരനെ വിലക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കൂടാതെ ഈ ഒരു വേജ് സിസ്റ്റം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരേ ലെവലിലുള്ള ആൾക്കാർ കാണാം, ഇംഗ്ലീഷുകാർക്ക് കൂടുതൽ വേജും ഇന്ത്യക്കാർക്ക് കുറഞ്ഞ വേജുമാണ് നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സോഷ്യൽ കോസസ് നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ മുഴുവൻ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അവർ ഉയർന്നവർ, നമ്മൾ താഴ്ന്നവരെ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ വേണ്ടി പറ്റിയത്. ഇത് ഒരു സെക്ഷൻ. മറ്റൊരു സൈഡ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ദ കൺസർവേറ്റീവ് സെക്ഷൻ ഓഫ് ദി ഇന്ത്യൻസ് വർ അലാംഡ് ബൈ ദ റാപ്പിഡ് സ്പ്രെഡ് ഓഫ് വെസ്റ്റേൺ കൾച്ചർ ആൻഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ അവരുടെ കൾച്ചർ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ ആരംഭിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൺസർവേറ്റീവായ ഇന്ത്യക്കാരുടെ മനസ്സിൽ വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടി കാരണമായി. അപ്പോൾ ഇന്ത്യക്കാരെ മുഴുവൻ ബ്രിട്ടീഷുകാർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റുവാണ്, നമ്മുടെ കൾച്ചറിനെ, നമ്മുടെ വിശ്വാസങ്ങളെയൊക്കെ ബ്രിട്ടീഷുകാർ തകർക്കാൻ നോക്കുവാണ് എന്നൊരു ചിന്ത ആൾക്കാരുടെ മനസ്സിലേക്ക് രൂപപ്പെടാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന സതിയും ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡും റീമാരേജ് ഓഫ് വിഡോസിനെയൊക്കെ ബ്രിട്ടീഷുകാർ നിയന്ത്രിക്കാൻ വേണ്ടി വന്നത്. സതി നിരോധിച്ചു, ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് നിരോധിച്ചു, റീമാരേജ് ഓഫ് വിഡോസ്, അതായത് വിധവകളുടെ പുനർവിവാഹത്തിനെയൊക്കെ ബ്രിട്ടീഷുകാർ പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ ഇന്ത്യക്കാരുടെ വിശ്വാസത്തിനെ ഹനിക്കുന്ന രീതിയിൽ നമ്മുടെ വിശ്വാസങ്ങളൊക്കെ മനഃപൂർവ്വം ബ്രിട്ടീഷുകാർ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുള്ളൊരു ചിന്ത ഇന്ത്യക്കാരുടെ മനസ്സിലുണ്ടായിരുന്നു. ആക്ടിവിറ്റീസ് ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ് ആൻഡ് റൈറ്റ് ഓഫ് ക്രിസ്ത്യൻ കൺവേർട്സ്, അതായത് ഇന്ത്യയിലേക്ക് ക്രിസ്ത്യൻ മിഷണറീസിനെ കടത്തിവിടുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ അനുമതി കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന ക്രിസ്ത്യൻ മിഷണറീസിനെ ഇന്ത്യയിലെ ആൾക്കാരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാനും ഇന്ത്യയിലെ ആൾക്കാരെ അവർ മതം മാറ്റുന്നതിനും അവർക്ക് വേണ്ടി ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് അനുമതി കൊടുത്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ആൾക്കാരെ താഴ്ന്ന കഷ്ടതയിൽ അനുഭവിക്കുന്ന ആൾക്കാരോട് പറയുവാണ്, നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഞങ്ങൾ തരാം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ക്രിസ്ത്യൻ മതത്തിലേക്ക് കൺവേർട്ട് ആയാൽ മതി. അപ്പോൾ വളരെ മോശപ്പെട്ട സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കാൻ പോലും സാഹചര്യമില്ലാത്ത ആൾക്കാരോട് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും ഭക്ഷണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്ത്യൻ മതത്തിലേക്കൊക്കെ കൺവേർട്ട് ആവും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ ഈ ഒരു ആക്ടിവിറ്റീസ് കാരണം ആൾക്കാരൊക്കെ ഹിന്ദു മതത്തിൽ നിന്നായാലും മുസ്ലിം മതത്തിൽ നിന്നായാലും മറ്റു മതങ്ങളിൽ നിന്നും ഒക്കെ ആയിട്ട് ആൾക്കാർ ഒരുപാട് കൺവേർട്ട് ആവാൻ വേണ്ടി തുടങ്ങി. അപ്പം ഇത്തരത്തിൽ കൺവേർട്ട് ആവുന്ന സമയത്ത് ഇത് ഒരു അലാമിങ് സിറ്റുവേഷനാണ് ഇന്ത്യയിലെ കൺസർവേറ്റീവ് സെക്ഷൻ്റെ മനസ്സിലുണ്ടാക്കിയത്. അതായത് ബ്രിട്ടീഷുകാർ മൊത്തം നമ്മുടെ ഇത് വെസ്റ്റേണൈസ് ചെയ്യുകയാണ്, ഇവിടെ ഒരു ചെറിയൊരു ബ്രിട്ടൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്നൊരു ചിന്തയാണ് ഈ ഒരു ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് വന്നത്. കൂടാതെ ഇത്തരത്തിൽ ക്രിസ്ത്യനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് അവകാശങ്ങളൊക്കെ കൊടുത്തു. അതായത് മറ്റ് ഹിന്ദുക്കൾക്കും മുസ്ലിംസിനൊക്കെ തടഞ്ഞു വെച്ചിരിക്കുന്ന അവർക്ക് കൊടുക്കാത്ത അവകാശങ്ങളൊക്കെ ഈ ഒരു ക്രിസ്ത്യൻ കൺവേർട്സിന് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇതൊക്കെ നമ്മളെ മാറ്റി നിർത്തുവാണ്, നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് എന്നൊരു ചിന്ത ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. ഇതൊക്കെയാണ് നമ്മൾ സോഷ്യൽ കോസ് ആയിട്ട് എടുക്കുന്നത്. അടുത്തത് റിലീജിയസ് കോസാണ്. നമ്മൾ ഈ ഒരു പറഞ്ഞ സോഷ്യൽ കോസസിൻ്റെ കണ്ടിന്യൂഷനാണ്.
ഈ ഒരു ക്രിസ്ത്യൻ മിഷണറീസ് അവർ ക്രിസ്ത്യാനിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ ഇന്ത്യൻ റിലീജിയൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇന്ത്യയിലേക്ക് വന്നതെന്നും ഇന്ത്യയെ മുഴുവൻ ഒരു ക്രിസ്ത്യൻ ലാൻഡായിട്ട് ക്രിസ്ത്യാനികളുടെ രാജ്യമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് എന്നൊരു ചിന്ത ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് ഈ ഒരു ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ ആക്ടിവിറ്റീസ് കാരണമായി. അപ്പോൾ ഈ ഒരു വലതുഭാഗത്ത് കാണിച്ചിരിക്കുന്നത് സാധാരണക്കാരായ കുടിലുകളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ ഇടയിലേക്ക് ബ്രിട്ടീഷുകാർ വന്നിട്ട് അവരുടെ ആക്ടിവിറ്റീസ് തുടർന്നതാണ്. അതായത് ഇത്തരത്തിൽ ബ്രിട്ടനിലെ ആൾക്കാർ വന്ന് ഈ ഒരു സാധാരണക്കാരായ ആൾക്കാർക്ക് നിങ്ങൾക്ക് ആവശ്യമായ വസ്ത്രം തരാം, ഭക്ഷണം തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും പട്ടിണി കിടക്കുന്ന ആരായാലും മാറിപ്പോവും. അപ്പോൾ ദ ക്രിസ്ത്യൻ മിഷണറീസ് വർ ആക്റ്റീവ് ഇൻ പ്രൊപ്പഗേറ്റിംഗ് ദ ക്രിസ്ത്യാനിറ്റി, ഫിയർ ഓഫ് ഡിസ്ട്രോയിങ് ഇന്ത്യൻസ് റിലീജിയൻസ് ആൻഡ് കൺവേർട്ട് ഇന്ത്യ ഇൻ ടു എ ക്രിസ്ത്യൻ ലാൻഡ്. ഇന്ത്യയെ ഒരു ക്രിസ്ത്യാനികളുടെ രാജ്യമാക്കി മാറ്റുമോ എന്നുള്ളൊരു പേടി ഇന്ത്യയിലെ മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ മനസ്സിലുണ്ടായിരുന്നു. റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് വർ അറൗസ്ഡ് വെൻ ദ ബ്രിട്ടീഷ് ഇമ്പോസ് ടാക്സസ് ഓൺ ദ ലാൻഡ്സ് ബിലോങ്ങിങ് ടു ടെമ്പിൾസ് ആൻഡ് മോസ്ക്. അതായത് പള്ളികളും അമ്പലങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സ്ഥലത്തിന് പോലും നികുതി കൊടുക്കണമെന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ ഒരു നിയമം കൊണ്ടുവന്നു. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് അപ്പം നമ്മളെ ഈ ഒരു അമ്പലങ്ങളുടെയും പള്ളികളുടെയും ഒക്കെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം ബ്രിട്ടീഷുകാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊരു ചിന്ത ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് വരികയും ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായൊരു വികാരം, അതൊരു റിലീജിയസ് സെൻറ്റിമെൻ്റായിട്ട് മാറുന്നതിന് കാരണമായി. ദ പ്രീസ് ആൻഡ് മൗലവി ഷോഡ് ദർ ഡിസ്കണ്ടന്റ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ ഈ ഒരു അമ്പലങ്ങളുടെയും ഈ ഒരു മോസ്കിനെയൊക്കെ എതിരെ ബ്രിട്ടീഷുകാർ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചപ്പോൾ ഇത് അവിടുത്തെ പൂജകൾ നടത്തുന്ന അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന പൂജാരിയുടെയും മൗലവിയുടെയും ഒക്കെ മനസ്സുകളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു വികാരം ഉണ്ടാകാൻ തുടങ്ങി. അത് മെല്ലെ ജനങ്ങളിലേക്ക് പടരാൻ വേണ്ടിയും തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് റിലീജിയസ് കോസായിട്ട് എടുക്കുന്നത്. രണ്ട് കാര്യങ്ങളുണ്ട്: ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ ആക്ടിവിറ്റീസ്, രണ്ടാമത്തേത് ഈ ഒരു ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ലാൻഡ്സ് ബിലോങ്ങിങ് ടു ടെമ്പിൾസ് ആൻഡ് മോസ്ക്. അടുത്തതാണ് പ്രധാനപ്പെട്ടത് മിലിറ്ററി കോസസ്. അതായത് മിലിറ്ററി, ഇന്ത്യയിലെ ബ്രിട്ടീഷ് മിലിറ്ററിയിൽ ഭൂരിഭാഗം വരുന്നത് ഇന്ത്യൻ പട്ടാളക്കാരായിരുന്നു. അവരെയാണ് നമ്മൾ സെപ്പോയിസ് എന്ന് വിളിക്കുന്നത്. ദ ഇന്ത്യൻ സോൾജിയേഴ്സ് വർ കോൾഡ് സെപ്പോയിസ്. ദേ കൺസ്റ്റിറ്റ്യൂട്ടഡ് ദ മെജോറിറ്റി ഓഫ് ദി ബ്രിട്ടീഷ് ആർമി ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ആർമിയിലെ ഭൂരിഭാഗം വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇന്ത്യക്കാരായിരുന്നു. അപ്പോൾ ദേ വർ ട്രീറ്റഡ് വിത്ത് കണ്ടംപ്റ്റ് ആൻഡ് മെയ്ഡ് ടു ഫീൽ ഇൻഫീരിയർ ടു ദ ബ്രിട്ടീഷ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ വളരെ അറഗൻ്റായിട്ട് വളരെ മാറ്റി നിർത്തിയിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവരൊരു സെക്കൻഡ് കാറ്റഗറി ആയിട്ട് ഒരു റേസിൻ്റെ കൺസെപ്റ്റിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇന്ത്യൻ പട്ടാളക്കാരുടെ ഇടയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു മനസ്സിലൊരു വികാരം ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബ്രിട്ടീഷുകാർ അവരെ ഹാങ് ചെയ്യും അല്ലെങ്കിൽ തുറുങ്കിലടക്കും എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. സോ ഇതിനൊരു സാഹചര്യം ഒരുക്കുകയാണ് മിലിറ്ററി കോഴ്സിലുണ്ടായിരുന്നത്. അപ്പോൾ they were paid less than the British counterparts and poor prospects of promotion. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാർക്ക് വേറെ വേതനം, ഇന്ത്യക്കാർക്ക് വേറെ വേതനം, കൂടാതെ ഉയർന്ന പോസ്റ്റുകളിലേക്കൊന്നും ഇന്ത്യക്കാരെ പരിഗണിക്കുകയില്ല. അപ്പോൾ അവർക്ക് പ്രൊമോഷനും ഇല്ല, അവർക്ക് ചെറിയ വേതനവുമാണ്. മറിച്ച് ബ്രിട്ടീഷുകാരാണെങ്കിൽ തന്നെ അവർക്ക് സെയിം പോസ്റ്റിലാണെങ്കിൽ പോലും ഉയർന്ന വേതനവും കിട്ടും, അവർക്ക് ഹയർ പോസ്റ്റിലേക്ക് പ്രൊമോഷനും കിട്ടും. അപ്പോൾ ദേ വേർ പ്രൊഹിബിറ്റഡ് ഫ്രം ദെയർ ട്രഡീഷണൽ റിലീജിയസ് പ്രാക്ടീസസ്. ഇത്തരത്തിൽ പട്ടാളക്കാരായിട്ട് വരുന്ന ആൾക്കാർക്ക് താടി വളർത്തുന്നതിനോ അല്ലെങ്കിൽ തലയിൽ, സിഖുകാരാണെങ്കിൽ അവരുടെ തലയിൽ അവരുടെ ആ ഒരു തലപ്പാവ് പോലെയുള്ള ഭാഗം ധരിക്കുന്നതിനോ ഒന്നും അനുമതി കൊടുത്തിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ റിലീജിയസ് പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നതിന് ഈ ഒരു മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരെ അനുവദിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് ലോർഡ് കാനിങ് 1856 ഒരു ആക്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരം ജനറൽ എൻലിസ്റ്റ്മെൻറ്റ് സർവീസസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇന്ത്യക്കാരെ വിദേശത്തേക്ക് അയക്കുന്നതിന്, പട്ടാളത്തിൽ സെർവ് ചെയ്യുന്നതിന് വിദേശത്തേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ കമ്പൽ ചെയ്തു. അപ്പോൾ ഈ ഒരു കമ്പൽഷൻ്റെ കൂടെ തന്നെ അവർക്കൊരു ബാറ്റ കൊടുത്തിരുന്നു. ആ ഒരു ബാറ്റയും കൂടെ ഇല്ലാണ്ടാക്കി. അപ്പോൾ ഇതും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു വികാരം ഇന്ത്യൻ പട്ടാളക്കാരുടെ ഇടയിൽ ഉണ്ടാക്കുന്നതിന് കാരണമായി. അപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഏറ്റവും സ്ട്രോങ് ആയിരുന്ന ഏറ്റവും വലിയ ആൾക്കാരുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മിലിറ്ററി ആയിരുന്നു. അപ്പോൾ ഈ ഒരു മിലിറ്ററിയിൽ തന്നെയാണ് ഈ ഒരു സ്പാർക്ക് ആദ്യമായിട്ട് വരികയും ചെയ്തത്. അപ്പോൾ ഈ ഒരു മിലിറ്ററി കോഴ്സിൽ നമ്മൾ ഓർത്തു വയ്ക്കേണ്ട കാര്യങ്ങളെന്നാൽ ഈ ഒരു ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ വളരെ മോശമായിട്ടാണ് പരിഗണിച്ചിരുന്നത്. ദേ വേർ ട്രീറ്റഡ് വിത്ത് കണ്ടംപ്റ്റ് ആൻഡ് മെയ്ഡ് ഫീൽ ഇൻഫീരിയർ ടു ദ ബ്രിട്ടീഷ്. അപ്പോൾ ഇവരുടെ വേതനവും പ്രൊമോഷനും ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട്. പ്രൊഹിബിറ്റഡ് ഫ്രം ട്രഡീഷണൽ റിലീജിയസ് പ്രാക്ടീസസ്. അതിൻ്റെ ഇടയിലാണ് ഇവർ എബ്രോഡ് അയക്കുന്നതിനും അവർക്കുള്ള ബാറ്റ് കട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു ലോർഡ് കാനിങ് തീരുമാനിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ 6 കോസസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്മീഡിയറ്റ് കോസാണ്.
അപ്പോൾ ഇതാണ് ആ ഒരു എക്സ്പ്ലോസീവ്. ആൾക്കാരുടെ മനസ്സിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായിരുന്ന ആ ഒരു ശക്തമായ വികാരം. ഈ ഒരു ശക്തമായ വികാരത്തിൻ്റെ കൂടെ ആ ഒരു സ്പാർക്ക് കൂടി വന്നതോടെ അവിടെ വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാവുകയും ആ ഒരു എക്സ്പ്ലോഷനെയാണ് നമ്മൾ 1857 റിവോൾട്ട്, ശിപ്പായി ലഹള അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ആ ഒരു സ്പാർക്ക് ഇമ്മീഡിയറ്റ് കോസ് എന്ന്. ഇത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരു പുതിയ തോക്ക് കൊണ്ടുവന്നതിൻ്റെ കഥയാണ്. ആ ഒരു തോക്കാണ് ബാക്കിയുള്ള കഥകൾ മൊത്തം മാറ്റിമറിച്ചത്. ആ ഒരു തോക്കിൻ്റെ പേരാണ് എൻഫീൽഡ് റൈഫിൾ. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ എൻഫീൽഡ് റൈഫിൾ ബൈ ദ ബ്രിട്ടീഷ് വാസ് എ കോസ്, ഇമ്മീഡിയറ്റ് കോസ്. അപ്പോൾ എന്താണ് ഈ ഒരു തോക്കിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഈ ഒരു തോക്കിൻ്റെ ചിത്രമാണ് ഞാൻ ഈ വലതുഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ബുള്ളറ്റ് ഉണ്ട്. ആ ഒരു ബുള്ളറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുള്ളറ്റിൽ, അതായത് വെടിമരുന്നൊക്കെ നിറച്ചിട്ടാണല്ലോ ബുള്ളറ്റ് വിടുന്നത്, പണ്ടത്തെ തോക്കല്ലേ. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു അതിനെ നമ്മൾ ആ കാട്രിഡ്ജാണ് നോക്കുക. ദ കാട്രിഡ്ജ് വേർ ഗ്രീസ്ഡ് ബൈ ദ അനിമൽ ഫാറ്റ്. ദ ബുള്ളറ്റ് ഹാഡ് ടു തിക്ക് കവറിങ് വിച്ച് ഹാഡ് ടു ബിറ്റൺ ഓഫ് ബിഫോർ ലോഡിങ്. അപ്പം നമ്മൾ ഈ വലതുഭാഗത്ത് കാണിക്കുന്ന ചിത്രത്തിൽ ആദ്യത്തേതാണ് നമ്മുടെ ആ ഒരു ഗ്രീസ്ഡ് കാട്രിഡ്ജ്. അപ്പോൾ ഈ വെടിമരുന്ന് പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലുള്ള ആ ഒരു ക്യാപ്പ് എന്ന് പറയുന്നത് സോൾജിയർ കടിച്ച് പറിച്ചെടുത്ത് കളയണം. ദ സോൾജിയർ ടിയേഴ്സ് ഓപ്പൺ ദ എൻഡ് ഓഫ് ദി കാട്രിഡ്ജ് വിത്ത് ഹിസ് ടീത്ത്. അതായത് അതിൻ്റെ മുകൾ ഭാഗം കടിച്ചെടുത്ത് കളഞ്ഞതിന് ശേഷമാണ് അതിൽ വെടിമരുന്നും ബുള്ളറ്റും കിട്ടുക. അതിനുശേഷം ഈ ഒരു വെടിമരുന്നും ബുള്ളറ്റും ഈ ഒരു തോക്കിൻ്റെ ഉള്ളിലേക്ക് നിറക്കണം. അതിനുശേഷം ആ ഒരു റാമ്പ് എടുത്തിട്ട് അതിനെ കുത്തി കുത്തി ടൈറ്റ് ചെയ്യണം. ഇതായിരുന്നു പ്രൊസീജിയർ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാപ്പിന് അതിലൊരു ഗ്രീസ് ഉണ്ടായിരുന്നു. ആ ഒരു ഗ്രീസ് എന്ന് പറഞ്ഞാൽ ഫാറ്റായിരുന്നു, കൊഴുപ്പായിരുന്നു. അപ്പോൾ എന്താണ് നമുക്ക് ആ സംഭവം എന്ന് നോക്കാം. ദ കാട്രിഡ്ജ് വാസ് ഗ്രീസ്ഡ് ബൈ അനിമൽ ഫാറ്റ്. ദ ബുള്ളറ്റ് ഹാഡ് തിക്ക് കവറിങ് വിച്ച് ഹാഡ് ടു ബിറ്റൺ ഓഫ് ബിഫോർ ലോഡിങ്. അപ്പോൾ നിറക്കുന്നതിന് മുമ്പേ തന്നെ ആ ഒരു ബുള്ളറ്റിൻ്റെ കവർ, ആ ഒരു കാട്രിഡ്ജിൻ്റെ കവർ അങ്ങ് എടുത്ത് കളയണം. അത് കടിച്ചിട്ടാണ് കളയേണ്ടത്. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ഫാറ്റ് ഉണ്ട്, അത് അനിമൽ ഫാറ്റാണ്, മൃഗത്തിൻ്റെ കൊഴുപ്പാണ്. The believing that the fat of cow and pig have been used to grease these cartridges, both the Hindu and Muslim sepoys refused to use them. അപ്പോൾ ഈ ഒരു കൊഴുപ്പ് ഉപയോഗിച്ചിരുന്ന അനിമൽ ഫാറ്റാണെന്ന് പറഞ്ഞു. അത് പശുവിൻ്റെയും പന്നിയുടെയും ഫാറ്റാണെന്നാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു പന്നിയും പശുവും എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പ്രത്യേകതയുള്ള മൃഗങ്ങളാണ്. പശുവാണെങ്കിൽ ഹിന്ദുക്കൾക്ക് വിശിഷ്ടമായ മൃഗമാണ്, അതായത് അവരുടെ ദൈവമായിട്ട് ഗോമാതയൊക്കെ ആയിട്ട് കരുതുന്ന മൃഗമാണ്. അപ്പോൾ ഈ ഒരു മൃഗത്തിൻ്റെ ഫാറ്റ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് ഹിന്ദുക്കൾക്ക് ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല, അവർക്കത് കടിക്കാൻ പറ്റില്ല. പിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസിന് അവർക്കത് ഹറാമാണ്, അവർക്കത് വളരെ അകറ്റി നിർത്തേണ്ട ഒരു മൃഗമാണെന്നുള്ളൊരു കൺസെപ്റ്റാണ്. അല്ലെങ്കിൽ രണ്ടു പേർക്കും ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഫാറ്റാണ് ഇതിൻ്റെ മുകളിൽ ഉപയോഗിച്ചിരുന്നത്. കൗ ഈസ് സാക്രഡ് ടു ദ ഹിന്ദുസ് ആൻഡ് പിഗ് ഈസ് ഡീടെസ്റ്റബിൾ ടു ദ മുസ്ലിംസ്. അതായത് ബ്രിട്ടീഷുകാർക്ക് പന്നിയെയും പറ്റില്ല, ഹിന്ദുക്കൾക്ക് കൗവിനെ വളരെ സാക്രഡാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യ പട്ടാളക്കാരുടെ മനസ്സിൽ ഒരു വികാരം ഉണ്ടായി. നമ്മുടെ മനഃപൂർവ്വം ഉപദ്രവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളെ മനഃപൂർവ്വം ഇത്തരത്തിൽ ഒരു നമ്മുടെ വികാരത്തിനെ, നമ്മുടെ വിശ്വാസത്തിനെ ഹനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ ഈ ഒരു കോസാണ് ഇമ്മീഡിയറ്റ് കോസായിട്ട് മാറിയത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് എന്താ നടന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഈ ഒരു തോക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഈ ഒരു ബുള്ളറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ഇന്ത്യയിലെ പട്ടാളക്കാരുടെ മനസ്സിൽ നല്ലൊരു വികാരം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് സ്പാർക്ക് വരുന്നത് മംഗൽ പാണ്ഡെ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനിൽ നിന്നാണ്. അതായത് 29 മാർച്ച് 1857. ഈ ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കണം. 29 മാർച്ച് 1857. ഇത് ബാരക്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കൊൽക്കത്തയിലെ മംഗൽ പാണ്ഡെ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സെപ്പോയി. അദ്ദേഹത്തിന് 30 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ബംഗാൾ റെജിമെൻറ്റിലെ ഒരു പട്ടാളക്കാരനാണ്. റെഫ്യൂസഡ് ടു യൂസ് ദ ഗ്രീസ്ഡ് കാട്രിഡ്ജ് ആൻഡ് ഷോട്ട് ഡൗൺ ഹിസ് സർജൻ. അദ്ദേഹത്തിൻ്റെ സൂപ്പർവൈസറിനെ അദ്ദേഹത്തിന് ഈ ഒരു തോക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി നിർബന്ധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സൂപ്പർവൈസറിനെ അദ്ദേഹം അങ്ങ് വെടിവെച്ചിട്ടു. അതായത് എന്നെ കൊണ്ട് തോക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വെടിവെച്ചിട്ടു. അപ്പോൾ ഈ ഒരു വെടിവെച്ചിട്ടുണ്ട് അതൊരു മിസ്ഒബീഡിയൻസ് ആണ്, വലിയൊരു കുറ്റമാണ്, സ്വന്തം മേലുദ്യോഗസ്ഥനെ വെടിവെച്ചിട്ടു എന്ന് പറയുന്നത്. അപ്പോൾ ഹി വാസ് അറസ്റ്റഡ്, ട്രയൽഡ് ആൻഡ് എക്സിക്യൂട്ടഡ്. അദ്ദേഹത്തിനെ പിടിച്ചു, അദ്ദേഹത്തിനെ ട്രയൽ ചെയ്തു, കോടതിയിൽ ഹാജരാക്കി, എക്സിക്യൂട്ട് ചെയ്തു, അത് തൂക്കിലേറ്റി. അപ്പോൾ ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാരുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു എക്സ്പ്ലോസീവിനെ കത്തിക്കാനുള്ള ഒരു സ്പാർക്കായിരുന്നു. അപ്പോൾ ഈ ഒരു സ്പാർക്ക് കുറച്ചുകൂടി ഉയർന്ന സ്പാർക്കാക്കുന്നതിന് ബ്രിട്ടീഷുകാർ ശ്രമിക്കുകയുണ്ടായത്. ആ ഒരു സ്പാർക്ക് കുറച്ച് വലിയൊരു തീയാക്കി മാറ്റുക ബ്രിട്ടീഷുകാർ ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു ലഹള ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ഇമ്മീഡിയറ്റ് കോസിൽ ഓർത്തു വെക്കേണ്ട പേരുകൾ ഇതൊക്കെയാണ്. ആ ഒരു തോക്കിൻ്റെ പേര് ഓർമ്മിക്കണം: എൻഫീൽഡ് റൈഫിള്,
ഡേറ്റ് ഒന്ന് ഓർമ്മിച്ചോക്കണം, 29th March 1857. അത് ബാരക്പൂറിലാണ്, കൊൽക്കത്തയിൽ ബംഗാൾ റെജിമെൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര്, ആ പട്ടാളക്കാരൻ്റെ പേര് മംഗൽ പാണ്ഡെയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായിട്ട് നമ്മുടെ രാജ്യം ഇറക്കിയ സ്റ്റാമ്പാണ് ഈ ഒരു വലതുഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. ഇദ്ദേഹമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഈ ഒരു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിലെ ആദ്യത്തെ മാർട്ടിയർ അല്ലെങ്കിൽ രക്തസാക്ഷി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മാർട്ടിയർ ആരാണ്? ഈ ഒരു മംഗൽ പാണ്ഡെയാണ്. ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഈ ഒരു സ്പാർക്കിനെ കത്തിച്ചത് എന്നാണ്. അപ്പോൾ ഈ ഒരു സ്പാർക്ക് ഉണ്ടായി, അതിനുശേഷം ബ്രിട്ടീഷുകാർ എന്ത് പറഞ്ഞു? എല്ലാവരും ഈ ബുള്ളറ്റ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യക്കാരെല്ലാവരും ഈ ഒരു ബുള്ളറ്റ് ഉപയോഗിക്കുന്നതിന് വിസമ്മതിക്കുകയും അത്തരത്തിൽ വിസമ്മതിക്കുന്ന ആൾക്കാരെ ജയിലിലടക്കുകയും എന്നിട്ട് ഈ ഒരു റെജിമെൻറ്റിനെ അങ്ങ് പിരിച്ചുവിടുകയും ചെയ്തു. ദ റെജിമെൻറ്റ് ടു വിച്ച് ബിലോങ്ഡ് വാസ് ഡിസ്ബാൻഡഡ് ആൻഡ് സെപ്പോയ്സ് ഗിൽറ്റി ഓഫ് റിബലിയൻ പണിഷ്ഡ്. അപ്പോൾ ഈ ഒരു റിബലിയന് കാരണമായ ആൾക്കാരെയെല്ലാം, അതായത് ഈ ബുള്ളറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരെയൊക്കെ ജയിലിലടക്കുകയും ഈ ഒരു റെജിമെൻറ്റിനെ അങ്ങ് പിരിച്ചുവിടുകയും ചെയ്തു. The British, instead of diffusing the explosive situation, paved the way for mighty crisis by the above act. അപ്പോൾ ഈ ഒരു നടപടി, ബ്രിട്ടീഷുകാർ ഈ ഒരു നടപടി എടുത്തതോടെ ഇത് ഇന്ത്യക്കാരുടെ മനസ്സിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ പട്ടാളക്കാരുടെ മനസ്സിൽ വളരെ ശക്തമായൊരു വികാരം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതായത് നമുക്ക് ബ്രിട്ടീഷുകാരെ മേലധികാരിയായിട്ട് വേണ്ട, നമുക്ക് ബ്രിട്ടീഷുകാരെ അങ്ങ് കളയണം, എന്നിട്ട് നമുക്ക് നമ്മുടെ രാജാവിനെ തന്നെ പുനഃസ്ഥാപിക്കണം, അല്ലെങ്കിൽ മുഗൾ എംപററെ തന്നെ പുനഃസ്ഥാപിക്കണം എന്നുള്ളൊരു വിശ്വാസം ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് കൂടുതൽ ആർജിച്ച് വരികയാണ് ഉണ്ടായത്. വെൻ ദിസ് ന്യൂസ് സ്പ്രെഡ് മെനി സെപ്പോയ്സ് സ്റ്റാർട്ടഡ് ദ റിവോൾട്ട്. ഈ ഒരു വാർത്ത മംഗൽ പാണ്ഡെയെ തൂക്കി കൊല്ലുകയും അതിനുശേഷം ഈ ഒരു റെജിമെൻറ്റ് പിരിച്ചുവിടുകയും ചെയ്ത വാർത്ത ഇന്ത്യയിലേക്ക് പരന്നതോടെ, ആ പരക്കുന്നതിന് ഒരുപാട് സമയമെടുത്തു എന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം അന്നത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇന്ത്യക്കാരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്കാർ പറഞ്ഞ് വാർത്ത എത്തുന്നതിന് ഒരുപാട് സമയമെടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ ഒരു റിവോൾട്ട് ഫെയിൽ ആവാനുള്ള ഒരു കാരണം കൂടി. അതൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാർത്ത സ്പ്രെഡ് ആയതോടെ ഇന്ത്യയിലെ പട്ടാളക്കാരുടെ മുഴുവൻ മറ്റ് റെജിമെൻറ്റുകളിലെയും പട്ടാളക്കാർ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും അവർ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു ലഹള ആരംഭിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഈ ഒരു 1857 റിവോൾട്ടിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പം നമ്മൾ 6 കാരണങ്ങൾ പറഞ്ഞു, അതിനുശേഷം ഇമ്മീഡിയറ്റ് കോസും പറഞ്ഞു. അങ്ങനെയുള്ള 7 കാരണങ്ങൾ മൂലമാണ് ഈ ഒരു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ 1857 റിവോൾട്ട് ഉണ്ടായത്. എന്നാൽ ഈ ഒരു കോസിൻ്റെ സ്പാർക്ക് വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ. അപ്പോൾ എക്സ്പ്ലോസീവിന് തീ പിടിച്ചു. ഇനി അത് പൊട്ടിത്തെറിച്ചത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇന്ത്യയിൽ നടന്ന സംഭവങ്ങൾ? ബഹദൂർ ഷാ ടൂവിനെ നമ്മൾ വീണ്ടും ഇന്ത്യയിലെ രാജാവായിട്ട്, മുഗൾ എംപറായിരുന്ന ബഹദൂർ ഷാ ടൂവിനെ ഇന്ത്യയിലെ അധികാരിയായിട്ട് ഇന്ത്യക്കാർ നിയമിക്കുന്ന ഒരു സാഹചര്യം വരെയുണ്ടായി. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഫെയിലായി പോയത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്, ആദ്യത്തെ ഭാഗം ഇന്ന് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെയുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.